ഇന്ത്യൻ സഹകരണ പ്രസ്ഥാനം ചരിത്രത്തിലൂടെ. ഇന്ത്യയിൽ സഹകരണ പ്രസ്ഥാനം ഒരു സർക്കാർ നയമായിട്ടാണ് ആരംഭിക്കുന്നത്. ഇന്ത്യയിലെ ഭക്ഷ്യക്ഷാമം, ദാരിദ്ര്യം, ചൂഷണം, കടക്കെണി തുടങ്ങിയ ദയനീയമായ സാമൂഹ്യാവസ്ഥയിൽ സർക്കാരിന് ഒരു നവീനമായ ചിന്താഗതി ആരംഭിക്കേണ്ടതായി വരികയായിരുന്നു. രാജ്യത്തെ കർഷകരുടെ അവസ്ഥ വളരെ ദയനീയമായി കടക്കണിയിൽപ്പെട്ടിരുന്നവരും അതുമൂലം സ്വകാര്യ പണമിടപാടുകാരുടെ ചൂഷണത്തിന് വിധേയവുമായിരുന്നു. അപ്രകാരമുള്ള ഒരവസ്ഥയിൽ സർക്കാർ വിവിധ തരത്തിലുള്ള നിയമനിർമ്മാണങ്ങൾ കർഷകർക്ക് വായ്പ നൽകുന്നതിനായി ആരംഭിക്കുകയുണ്ടായി. 1879 ഡെക്കാൻ കർഷക സമാശ്വാസ നിയമം, 1883 ഭൂമി പരിഷ്കരണ വായ്പാ നിയമം, 1884 കർഷകരുടെ വായ്പാ നിയമം തുടങ്ങിയവ അതിൻ്റെ ഭാഗമായി നിർമ്മിക്കപ്പെട്ട നിയമങ്ങൾ ആയിരുന്നു. ഈ നിയമങ്ങൾ കൊണ്ടൊന്നും കർഷകരുടെ ദയനീയമായ അവസ്ഥയ്ക്ക് പൂർണ്ണമായ പരിഹാരം കാണാനും സാധിച്ചിരുന്നില്ല. കർഷകർക്ക് ലളിതവും എളുപ്പം ലഭിക്കുന്നതുമായ വായ്പകൾ ലഭിക്കണമെന്ന ആശയം പ്രബലപ്പെട്ടതിനെ തുടർന്ന് സഹകരണത്തിന് മാത്രമേ കൃഷിക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള വഴി തുറക്കാൻ സാധിക്കുകയുള്ളൂ എന്ന പൊതുധാരണയിൽ ഗവൺമെന്റ് എത്തിച്ചേരുകയായിരുന്നു. സഹകരണ വായ്പാ സംഘങ്ങൾ രൂപീകരിക്കുന്നതിനായി 1892 മദ്രാസ് ഗവൺമെന്റ് സർ ഫ്രെഡറിക് നിക്കോൾസൺ എന്ന വ്യക്തിയെ യൂറോപ്യൻ രാജ്യങ്ങളിലെ സഹകരണ പ്രസ്ഥാനത്തെപ്പറ്റി പഠിക്കുവാനും റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനുമായി ചുമതലപ്പെടുത്തുകയുണ്ടായി. റൈഫീസൺ സംഘങ്ങളുടെ പ്രവർത്തനം ഇന്ത്യക്ക് ഏറ്റവും അനുയോജ്യമായ വായ്പാ സംവിധാനമാണെന്ന് കണ്ടെത്തുകയും ചെയ്തു. 1899 അദ്ദേഹം റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്യുകയുണ്ടായി. റൈഫീസിനെ കണ്ടു പഠിക്കുക എന്ന അവസാന രണ്ട് വാക്കിലാണ് അദ്ദേഹത്തിന്റെ ശുപാർശകൾ സമർപ്പിച്ചതും. ഇതേ കാലഘട്ടത്തിൽ തന്നെ ഡ്യൂപ്പർനിക്സ് എന്ന ICS ഉദ്യോഗസ്ഥൻ ഇന്ത്യക്ക് അനുയോജിച്ച ഗ്രാമീണ വായ്പാ സംവിധാനത്തെക്കുറിച്ച് ഉത്തർപ്രദേശ് കേന്ദ്രീകരിച്ച് പഠനം നടത്തുകയും ഒരുപാട് നിർദ്ദേശങ്ങൾ വെച്ചുകൊണ്ട് പീപ്പിൾസ് ബാങ്ക് ഫോർ നോർത്തേൺ ഇന്ത്യ എന്ന ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. 1901 ഫാമിൻ കമ്മിറ്റിയും പരസ്പര വായ്പാ കൂട്ടായ്മകളെ പ്രോത്സാഹിപ്പിക്കണമെന്ന് ശുപാർശ ചെയ്യുകയും ചെയ്തു. ഈ റിപ്പോർട്ടുകളെല്ലാം അന്നത്തെ വൈസ്രയി കഴ്സൺ പ്രഭുവിന്റെ ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി. തുടർന്ന് അന്നത്തെ ഗവൺമെന്റ് ഒരു കമ്മിറ്റിയെ നിയമിച്ച് അതിൽ നിക്കോൾസിനെയും ഡ്യൂപ്പർനിക്സിനെയും അംഗങ്ങളാക്കി സർ എഡ്വേർഡ് ലോയെ ചെയർമാനുമായി നിയമിച്ചുകൊണ്ട് വിശദമായി പഠിക്കുവാനും നിർദ്ദേശിച്ചു. ഇത് പ്രകാരം അവർ സമർപ്പിച്ച കരട് പദ്ധതി ഇന്ത്യയിലെ ആദ്യത്തെ സഹകരണ സംഘ നിയമം 1904 കോഓപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് എന്ന പേരിൽ നിലവിൽ വരികയും ചെയ്തു. ഇനി നമുക്ക് സഹകരണ പ്രസ്ഥാനത്തെക്കുറിച്ചുള്ള പോയിന്റുകൾ നോക്കാം. The Deccan Agricultural Relief Act was passed in 1879. 1879 ഡെക്കാൻ അഗ്രികൾച്ചറൽ റിലീഫ് ആക്ട് പാസ്സാക്കിയത്. ലാൻഡ് ഇംപ്രൂവ്മെന്റ് ആക്ട് ലില എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. 1883 പാസ്സാക്കിയത്. അഗ്രികൾച്ചറൽ ലോൺസ് ആക്ട് 1884 പാസ്സാക്കി. ALA അല എന്നറിയപ്പെടുന്നു. ലില ആൻഡ് അല കോൾഡ് തക്കാവി ലോൺസ്. തക്കാവി ലോസ് എന്നാണ് ലാൻഡ് ഇംപ്രൂവ്മെന്റ് ലോൺ ആക്ടും അഗ്രികൾച്ചറൽ ലോൺ ആക്ടും അറിയപ്പെടുന്നത്. In state of Baroda, an Annunyam Sahagari Mandali was organized in 1889, which is said to be India's first cooperative arrangement. ഇന്ത്യയിലെ ആദ്യത്തെ സഹകരണ സംവിധാനം എന്നറിയപ്പെടുന്നത് അന്യോന്യ സഹകാരി മാന്തലി എന്ന ഓർഗനൈസേഷനാണ്. 1889 ഇത് രൂപീകരിച്ചത് എന്ന് പറയപ്പെടുന്നു. The Madras government deputed Sir Frederick Nicholson to Europe for studying the cooperative movement. മദ്രാസ് ഗവൺമെന്റ് ആണ് ഫ്രെഡറിക് നിക്കോൾസനെ യൂറോപ്പിലേക്ക് സഹകരണ പ്രസ്ഥാനത്തെക്കുറിച്ച് പഠിക്കാൻ അയക്കുന്നത്. 1892 അദ്ദേഹത്തെ അയക്കുന്നത്. 1895 അദ്ദേഹം റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നത്. റൈഫീഷൻ ടൈപ്പ് സൊസൈറ്റികൾ ആരംഭിക്കാൻ സ്ട്രോങ് ആയിട്ട് റെക്കമെൻഡ് ചെയ്യുകയും ചെയ്തു. ഫ്രെഡറിക് നിക്കോൾസൺ സബ്മിറ്റഡ് റിപ്പോർട്ട് ഇൻ 3 വോളിയംസ്. 3 ഭാഗങ്ങളായിട്ടാണ് ഫ്രെഡറിക് നിക്കോൾസൺ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തത്. ഒന്നാമത്തെ റിപ്പോർട്ട് 1895
രണ്ടാമത്തെ ഭാഗം 1897 മൂന്നാമത്തെ ഭാഗം 1899 സമർപ്പിച്ചത്. ഫ്രെഡറിക് നിക്കോൾസൺ ബോൺ ഇൻ 1846 ഇൻ UK. 1846 UK അദ്ദേഹത്തിൻ്റെ ജനനം. Mr. Dupernix in his book People's Bank for Northern India included a scheme for setting up of cooperative society. പീപ്പിൾസ് ബാങ്ക് ഫോർ നോർത്തേൺ ഇന്ത്യയിലും സഹകരണ സംവിധാനം ആരംഭിക്കേണ്ട ആവശ്യകതയെക്കുറിച്ച് ഡ്യൂപ്പർനിക്സ് പ്രതിപാദിക്കുന്നുണ്ട്. In 1901, Famine Commission also recommended the setting up of cooperative societies in India. ഫാമിൻ കമ്മീഷനും സഹകരണ പ്രസ്ഥാനം ആരംഭിക്കേണ്ട ആവശ്യകതയെക്കുറിച്ച് ചൂണ്ടിക്കാണിക്കുന്നു. Considering these three reports, നിക്കോൾസൺ, ഫാമിൻ കമ്മീഷൻ, ഡ്യൂപ്പർനിക്സ്, ഇവരുടെയൊക്കെ റിപ്പോർട്ടുകൾ പ്രകാരം ഗവൺമെൻറ് അപ്പോയിൻറ്റഡ് എ കമ്മിറ്റി അണ്ടർ ദ ചെയർമാൻഷിപ്പ് ഓഫ് എഡ്വേർഡ് ലോ വിത്ത് നിക്കോൾസൺ ആൻഡ് ഡ്യൂപ്പർനിക്സ് വേർ ആസ് മെമ്പേഴ്സ്. നിക്കോൾസനെയും ഡ്യൂപ്പർനിക്സിനെയും മെമ്പേഴ്സാക്കി എഡ്വേർഡ് ലേ ചെയർമാനായ ഒരു കമ്മിറ്റിയെ ഗവൺമെൻറ് രൂപീകരിക്കുന്നു. അന്നത്തെ വൈസ്രോയി ലോർഡ് കഴ്സൺ ആയിരുന്നു അന്നത്തെ വൈസ്രോയി. അങ്ങനെ കമ്മിറ്റി ഡ്രാഫ്റ്റഡ് ദ ക്രെഡിറ്റ് കോപ്പറേറ്റീവ്സ് ആക്ട്. 1904 ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ഡ്രാഫ്റ്റ് ചെയ്യപ്പെടുകയും 25/3/1904 ആക്ട് പാസ്സാക്കുകയും ചെയ്തു. ഇന്ത്യയിലെ ആദ്യത്തെ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് 1904 നിലവിൽ വരികയും ചെയ്തു. ഈ ആക്ട് അറിയപ്പെടുന്നത് ആക്ട് 10 ഓഫ് 1904 എന്നാണ്. ആക്ട് 10 ഓഫ് 1904. സർ ഡെവിസിൽ ഇബസ്റ്റൺ കമ്പൈൽഡ് ദ 1904 ആക്ട്. ഡെവിസിൽ ഇബസ്റ്റൺ ഈ ആക്ട് കമ്പൈൽ ചെയ്യുകയും ചെയ്തു. മിസ്റ്റർ നിക്കോൾസൺ summed up his report with 2 words: find റൈഫീസൺ. റൈഫീസിനെ കണ്ടുപഠിക്കുക എന്ന 2 വാക്കിലാണ് റിപ്പോർട്ട് അവസാനിപ്പിച്ചത്. നിക്കോൾസൺ സജസ്റ്റഡ് റൈഫീസൺ ടൈപ്പ് സൊസൈറ്റീസ് വാസ് ബെസ്റ്റ് ഫോർ ഇന്ത്യ. ജർമ്മനിയിലെ റൈഫീസൺ ടൈപ്പ് സൊസൈറ്റികളാണ് ഇന്ത്യക്ക് അനുയോജ്യമായ സഹകരണ സ്ഥാപനങ്ങളെന്ന് നിക്കോൾസൺ സജസ്റ്റ് ചെയ്യുകയും ചെയ്തു. ക്രിയേറ്റ് കോപ്പറേറ്റീവ്സ് ബിഫോർ ക്രിയേറ്റിംഗ് കോപ്പറേറ്റീവ്സ്. ഈ വാചകവും നിക്കോൾസൺ പറഞ്ഞിരിക്കുന്നതാണ്. In 1904 Act was based on the British Friendly Societies Act 1896. ബ്രിട്ടീഷ് ഫ്രണ്ട്ലി സൊസൈറ്റീസ് ആക്ട് 1896 പ്രകാരമാണ് 1904 ആക്ട് രൂപീകരിച്ചതും. 1904 ആക്ടിൽ 29 സെക്ഷൻ ആണ് ഉള്ളത്. 10 പേരാണ് ഇത് രൂപീകരിക്കാൻ വേണ്ട അംഗങ്ങൾ. മിനിമം 10 പേരാണ് വേണ്ടത്. ആക്ട് വേർ ക്ലാസിഫൈഡ് സൊസൈറ്റീസ് ആസ് റൂറൽ ആൻഡ് അർബൻ. നോൺ ക്രെഡിറ്റ് സൊസൈറ്റീസ് കുഡ് നോട്ട് ബി സ്റ്റാർട്ടഡ് അണ്ടർ ദിസ് ആക്ട്. വായ്പേതര സംഘങ്ങൾ രൂപീകരിക്കാൻ ഈ ആക്ടിൽ വ്യവസ്ഥ ഇല്ലായിരുന്നു. മെമ്പർ കനോട്ട് ഹോൾഡ് മോർ ദാൻ 1/5 ഓഫ് ദി ഷെയർ ക്യാപിറ്റൽ. ആകെ മൂലധനത്തിൻ്റെ 1/5 ഭാഗത്തിന് മേലെ മെമ്പർക്ക് ഹോൾഡ് ചെയ്യാൻ സാധിക്കുകയില്ല. മാക്സിമം എമൗണ്ട് ഓഫ് ഷെയർ ക്യാപിറ്റൽ 1000 രൂപയാണ് മാക്സിമം എമൗണ്ട് ഷെയർ ക്യാപിറ്റൽ എടുക്കാൻ സാധിക്കുന്നത്. നോ പ്രൊവിഷൻ ടു ദ ഫോർമേഷൻ ഓഫ് സെൻട്രൽ ഏജൻസി ഓർ സെൻട്രൽ ബാങ്ക്. സെൻട്രൽ ബാങ്ക് രൂപീകരിക്കാനുള്ള പ്രൊവിഷൻ ഈ ആക്ടിൽ 1904 ആക്ടിൽ ഉണ്ടായിരുന്നില്ല. ഓഡിറ്റ് ഈസ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ദ രജിസ്ട്രാർ വിത്ത് ഫ്രീ ഓഫ് കോസ്റ്റ്. ഓഡിറ്റ് രജിസ്ട്രാറുടെ ഉത്തരവാദിത്തമായിരുന്നു. അത് ഫ്രീ ആയി ചെയ്തു കൊടുക്കേണ്ട ഒരു കാര്യവുമായിരുന്നു. ലയബിലിറ്റി ഓഫ് ദ റൂറൽ സൊസൈറ്റീസ് വാസ് അൺലിമിറ്റഡ്. ഗ്രാമീണ സംഘങ്ങളുടെ ലയബിലിറ്റി അൺലിമിറ്റഡ് ആയിരുന്നു. കൂടാതെ ഫസ്റ്റ് ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി വാസ് ഫോംഡ് ഇൻ ബാങ്കിങ് ഇൻ 1903 വിത്ത് ദ സപ്പോർട്ട് ഓഫ് ദ ഗവൺമെൻറ് ഓഫ് ബംഗാൾ. ബംഗാൾ ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ടോടു കൂടിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ക്രെഡിറ്റ് സൊസൈറ്റി കോപ്പറേറ്റീവ് സൊസൈറ്റി ബാങ്കിങ് മേഖലയിൽ രൂപീകരിച്ച് 1903 രൂപീകരിച്ചത് എന്ന് പറയപ്പെടുന്നു.
It was registered under the Friendly Societies Act of the British government. The first urban cooperative credit society was registered in Kanchivaram എന്ന് പറയപ്പെടുന്നു, in the Madras province in October 1904. ആദ്യത്തെ അർബൻ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി ആരംഭിച്ചത് കാഞ്ചീവരം എന്ന സ്ഥലത്താണ് 1904. ഫസ്റ്റ് കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റി വാസ് സെറ്റപ്പ് ഇൻ മദ്രാസ്. ട്രിപ്ലിക്കൻ അർബൻ കോപ്പറേറ്റീവ് സൊസൈറ്റി 1905 മദ്രാസിലാണ് ആരംഭിച്ചത്. ദ ഫസ്റ്റ് ഹൗസിംഗ് സൊസൈറ്റി സാരസ്വത് ഹൗസിംഗ് സൊസൈറ്റി മുംബൈയിലാണ് 1905 മുംബൈയിലാണ് ആരംഭിച്ചത്. ദ ഡിഫക്ട്സ് ഓഫ് 1904 ആക്ട് റെമഡീഡ് ബൈ ദ ആക്ട് 1912. 1900 ആക്ടിൽ ഇല്ലാതിരുന്ന പല പ്രൊവിഷൻസും 1912 ഒരു പുതിയ ആക്ട് രൂപീകരിച്ച് പരിഹരിക്കുകയും ഉണ്ടായി. 1912 ആക്ട് ആൾസോ നോൺ ആസ് ആക്ട് 2 ഓഫ് 1912. ആക്ട് 2 ഓഫ് 1912. 1912 ആക്ട് കെയിം ഇൻ ടു ഫോഴ്സ് ഓൺ മാർച്ച് 1, 1912. 1/3/1912 ഈ ആക്ട് നിലവിൽ വരുന്നത്. ഈ ആക്ടിൽ 50 സെക്ഷൻസ് ആണ് ഉണ്ടായിരുന്നത്. സൊസൈറ്റീസ് ആർ ക്ലാസിഫൈഡ് ഓൺ ദ ബേസിസ് ഓഫ് ലയബിലിറ്റി. ലിമിറ്റഡ് അൺലിമിറ്റഡ് ലയബിലിറ്റി ആയും സൊസൈറ്റീസിനെ ക്ലാസിഫൈ ചെയ്യുകയും ചെയ്തു. 1912 ആക്ട് പെർമിറ്റഡ് ടു ഫോം സെൻട്രൽ സൊസൈറ്റീസ്. ഈ ആക്ട് പ്രകാരം സെൻട്രൽ സൊസൈറ്റീസ് രൂപീകരിക്കാനുള്ള പ്രൊവിഷൻസ് ഉൾപ്പെടുത്തി. The first committee appointed to examine the working of cooperative societies was മക്ലഗൻ കമ്മിറ്റി. മക്ലഗൻ കമ്മിറ്റിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ സഹകരണ സംവിധാനത്തെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് രൂപീകരിച്ച ആദ്യത്തെ കമ്മിറ്റി. മക്ലഗൻ കമ്മിറ്റി അപ്പോയിൻറ്റ് ചെയ്യപ്പെട്ടത് 1914. റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തത് 1915. മക്ലഗൻ കമ്മിറ്റിയുടെ സജഷൻസ് നിർദ്ദേശങ്ങൾ 1 man 1 vote ആണ്. ഒരു മെമ്പർക്ക് ഒരു വോട്ട് എന്ന നിർദ്ദേശമുണ്ടായി. ലോൺ ഷുഡ് ബി ഗിവൺ ഇൻ പ്രൊഡക്റ്റീവ് പർപ്പസ്. ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് മാത്രമേ ലോൺസ് നൽകാൻ പാടുള്ളൂ എന്നൊരു നിർദ്ദേശം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി. അപ്പെക്സ് ആൻഡ് സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് ആർ ടു ബി ഫോംഡ്. ഫ്ലൂയിഡ് റിസോഴ്സസ് ഷുഡ് ബി കെപ്റ്റ്. സൊസൈറ്റികളിൽ ഫ്ലൂയിഡ് റിസോഴ്സ് തീർച്ചയായും സൂക്ഷിച്ചിരിക്കണം എന്ന നിർദ്ദേശം അദ്ദേഹം വെച്ചു. ഫോർമേഷൻ ഓഫ് അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്. മക്ലഗൻ കമ്മിറ്റി ഈസ് ആൾസോ നോൺ ആസ് ഇമ്പീരിയൽ കമ്മിറ്റി. ഇമ്പീരിയൽ കമ്മിറ്റി എന്നും മക്ലഗൻ കമ്മിറ്റി അറിയപ്പെടുന്നു. ദ ഫസ്റ്റ് മാർക്കറ്റിംഗ് സൊസൈറ്റി ഫോംഡ് ഇൻ 1915. 1915 ഇന്ത്യയിലെ ആദ്യത്തെ മാർക്കറ്റിംഗ് സൊസൈറ്റി രൂപീകരിച്ചത് ഹുബ്ലി, കർണാടകയിലെ ഹുബ്ലിയിലാണ് രൂപീകരിച്ചത്. In 1919, with the passing of the Montagu-Chelmsford Reforms Act, cooperation was a provincial subject. 1919 മൊണ്ടേഗു ചെംസ്ഫോർഡ് റിഫോംസ് ആക്ട് പ്രകാരം സഹകരണം ഒരു പ്രൊവിൻഷ്യൽ സബ്ജക്റ്റായി രൂപീകരിക്കുകയും ചെയ്തു. The Bombay Cooperative Societies Act 1925, the first provincial act was passed. ആദ്യത്തെ പ്രൊവിൻഷ്യൽ ആക്ട് പാസ്സാക്കിയത് ബോംബെ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1925 എന്ന പേരിലാണ്. ബോംബെ പ്രൊവിൻസ് ആണ് പാസ്സാക്കിയത്. തുടർന്ന് മദ്രാസ് പ്രൊവിൻസ് 1932 കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പാസ്സാക്കുകയും ചെയ്തു. In 1926, Royal Commission on Agriculture was set up to find out the need of agricultural credit societies in India. 1926 റോയൽ കമ്മീഷൻ കാർഷിക വായ്പകൾ രൂപീകരിക്കേണ്ട ആവശ്യകതയെക്കുറിച്ച് റോയൽ കമ്മീഷൻ ഒരു ഫൈൻഡ് ഔട്ട് നടത്തുകയും ചെയ്തു. 1928 റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തു. റോയൽ കമ്മീഷൻ അപ്പോയിൻറ്റ് ചെയ്തത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയാണ്. ചെയർമാൻ എച്ച് കാൽവട്ടാണ്. എച്ച് കാൽവട്ട് പഞ്ചാബിലെ കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ രജിസ്ട്രാർ ആയിരുന്നു. ദ ലോ ആൻഡ് പ്രിൻസിപ്പിൾസ് ഓഫ് കോപ്പറേഷൻ എന്ന ബുക്ക് എച്ച് കാൽവട്ടാണ് രചിച്ചത്. If cooperation fails, there will fail the best hope of rural India എന്ന് പറഞ്ഞത് റോയൽ കമ്മീഷൻ ഓൺ അഗ്രികൾച്ചറാണ്.
റെക്കമെൻഡേഷൻസ് സിംഗിൾ പർപ്പസ് സൊസൈറ്റി റെക്കമെൻഡ് ചെയ്തു. റെഗുലേറ്റഡ് മാർക്കറ്റ് സജസ്റ്റ് ചെയ്യുകയുണ്ടായി. ദ മെയിൻ റെക്കമെൻഡേഷൻ ഓഫ് ടൗൺസെൻഡ് കമ്മിറ്റി വാസ് ലാൻഡ് ഡെവലപ്മെൻറ്റ് ബാങ്ക്സ് ഇൻ 1928. 1928 ടൗൺസെൻഡ് കമ്മിറ്റിയുടെ രൂപീകരണം മൂലം ലാൻഡ് ഡെവലപ്മെൻറ്റ് ബാങ്ക്, ഭൂപരിഷ്കരണ ബാങ്ക് ആരംഭിക്കാനുള്ള ഒരു നിർദ്ദേശം ടൗൺസെൻഡ് കമ്മിറ്റി മുന്നോട്ട് വെച്ചു. മാൽക്കം ഡാർലിംഗ് കമ്മിറ്റി 1935 കോപ്പറേറ്റീവ് എഡ്യൂക്കേഷനെ കുറിച്ചുള്ള ഫസ്റ്റ് കമ്മിറ്റിയാണ് 1935 രൂപീകരിച്ചത്. ഇൻ 1942 ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എനാക്റ്റഡ് ദ മൾട്ടി യൂണിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്. 1942 മൾട്ടി യൂണിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആരംഭിച്ചത്. ഒന്നിൽ കൂടുതൽ സംസ്ഥാനങ്ങളിലേക്ക് പ്രവർത്തന പരിധിയാക്കിക്കൊണ്ട് മൾട്ടി യൂണിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1942 ഫോം ചെയ്യുകയുണ്ടായി. ദ സെൻട്രൽ ഗവൺമെൻറ് എനക്റ്റഡ് എ കോംപ്രഹെൻസീവ് ആക്ട് നോൺ ആസ് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്. തുടർന്ന് 1984 ഈ ആക്ടിനെ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് എന്ന പേരിൽ ഈ ആക്ടിനെ പരിഷ്കരിക്കുകയുണ്ടായി. ദ കോഓപ്പറേറ്റീവ് പ്ലാനിംഗ് കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഇൻ 1945. സഹകരണ പ്ലാനിംഗ് കമ്മിറ്റി 1945 രൂപീകരിച്ചത്. ഹെഡഡ് ബൈ RG സരയ്യ. സരയ്യ കമ്മിറ്റി ഫോർമേഷൻ ഈസ് കീ സ്റ്റോൺ ഇൻ ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ കോർപ്പറേഷൻ. ഇന്ത്യൻ കോർപ്പറേഷൻ്റെ കീ സ്റ്റോൺ എന്നറിയപ്പെടുന്നത് സരയ്യ കമ്മിറ്റിയാണ്. റെക്കമെൻഡഡ് മൾട്ടി പർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റി. വിവിധോദ്ദേശ്യം വെച്ചുകൊണ്ട് സഹകരണ സ്ഥാപനങ്ങൾ വർക്ക് ചെയ്യാം എന്ന് ഈ കമ്മിറ്റി സജസ്റ്റ് ചെയ്തു. അൺലിമിറ്റഡ് ലയബിലിറ്റി ചേഞ്ച് ടു ലിമിറ്റഡ് ലയബിലിറ്റി. സൊസൈറ്റികളിലെ ലയബിലിറ്റി ലിമിറ്റഡ് ലയബിലിറ്റി ആക്കണമെന്ന് ഈ കമ്മിറ്റി ശുപാർശ ചെയ്തു. ഫോർമേഷൻ ഓഫ് റൂറൽ ആൻഡ് അർബൻ ഹൗസിംഗ് ഈ കമ്മിറ്റി സജസ്റ്റ് ചെയ്തു. ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി AIRCSC. AD ഗോർവാലയാണ് ഈ കമ്മിറ്റിയുടെ ചെയർമാൻ. AD ഗോർവാല, DR ഗാഡ്ഗിൽ, NSR ശാസ്ത്രി, വെങ്കിട്ടപ്പൈ ആർ ദ മെമ്പേഴ്സ് ഓഫ് ദ കമ്മിറ്റി. ഗോർവാല, ഗാഡ്ഗിൽ, NSR ശാസ്ത്രി, വെങ്കിട്ടപ്പൈ ഇവരായിരുന്നു ഈ കമ്മിറ്റിയിലെ അംഗങ്ങൾ. ഗോർവാല കമ്മിറ്റി അപ്പോയിൻറ്റഡ് ഇൻ 1951. 1951 ഗോർവാല കമ്മിറ്റിയെ അപ്പോയിൻറ്റ് ചെയ്തത്. റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തത് 1954. RBI ആണ് അപ്പോയിൻറ്റ് ചെയ്തത്. ഈ കമ്മിറ്റി റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തത് 3 വോളിയംസ് ആണ്, 3 ഭാഗങ്ങളായിട്ടാണ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തത്. ഒന്നാമത്തെ ജനറൽ റിപ്പോർട്ട്, 2 സർവേ റിപ്പോർട്ട്, 3 ടെക്നിക്കൽ റിപ്പോർട്ട് എന്നിങ്ങനെയുള്ള 3 ഭാഗങ്ങളായിട്ടാണ് ഈ കമ്മിറ്റി റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തത്. കോർപ്പറേഷൻ ഹാസ് ഫെയിൽഡ്, ഇറ്റ് മസ്റ്റ് സക്സീഡ്. കോർപ്പറേഷൻ പരാജയപ്പെട്ടു, ഇത് വിജയിക്കുക തന്നെ വേണമെന്ന് ഈ കമ്മിറ്റി അഭിപ്രായപ്പെടുകയും ചെയ്തു. ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി ഈസ് നോൺ ആസ് മാഗ്ന കാർട്ട ഓഫ് ഇന്ത്യൻ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ്. ഇന്ത്യൻ സഹകരണ പ്രസ്ഥാനത്തിൻ്റെ മാഗ്ന കാർട്ട എന്ന് AIRCSC കമ്മിറ്റി അറിയപ്പെടുന്നു. B. Ram Rao was the RBI governor when Gorwala committee appointed. പ്രധാനപ്പെട്ട റെക്കമെൻഡേഷനുകൾ ക്രോപ്പ് ലോൺ സിസ്റ്റം, വിള വായ്പാ സംവിധാനം, ഇൻ്റഗ്രേറ്റഡ് സിസ്റ്റം ഓഫ് റൂറൽ ക്രെഡിറ്റ്, ഗ്രാമീണ വായ്പാ പദ്ധതിക്ക് ഒരു സംയോജിത വായ്പാ പദ്ധതി ഈ കമ്മിറ്റി സജസ്റ്റ് ചെയ്യുകയുണ്ടായി. SBIയുടെ രൂപീകരണം, സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട്, ഫോർമേഷൻ ഓഫ് ലാർജ് സൈസ് ക്രെഡിറ്റ് സൊസൈറ്റി, ലിങ്കിങ് ഓഫ് ക്രെഡിറ്റ് വിത്ത് മാർക്കറ്റിംഗ്, വായ്പാ വിപണനവുമായി ബന്ധിപ്പിക്കൽ ഈ കമ്മിറ്റി ശുപാർശ ചെയ്തു. നാഷണൽ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സ്റ്റെബിലൈസേഷൻ ഫണ്ട് ഈ കമ്മിറ്റി ശുപാർശ ചെയ്തു. നാഷണൽ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് ലോങ് ടേം ഓപ്പറേഷൻ ഫണ്ട് LTO ഫണ്ട് ഈ കമ്മിറ്റിയുടെ ശുപാർശ. ഗവൺമെൻറ് പാർട്ടിസിപ്പേഷൻ കമ്മിറ്റി ശുപാർശ ചെയ്തു. ട്രെയിനിങ് ഷുഡ് ബി ഗിവൺ ടു ദ ഒഫീഷ്യൽസ് ഈ കമ്മിറ്റിയുടെ ശുപാർശയാണ്. 1956 കമ്മിറ്റി ഓൺ കോപ്പറേറ്റീവ് ലോ കോൺസ്റ്റിറ്റ്യൂട്ടഡ്. 1956 കമ്മിറ്റി ഓൺ കോപ്പറേറ്റീവ് ലോ രൂപീകരിച്ചു. റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തത് 1957. ചെയർമാൻ ST രാജയാണ്. മേജർ റെക്കമെൻഡേഷൻ കോപ്പറേറ്റീവ് ട്രിബ്യൂണൽ രൂപീകരിക്കണമെന്ന് ഈ കമ്മിറ്റി ശുപാർശ ചെയ്യുകയുണ്ടായി. പവേഴ്സ് ഓഫ് ദ രജിസ്ട്രാർ ഡീസെൻട്രലൈസ്ഡ്. രജിസ്ട്രാറുടെ അധികാരങ്ങൾ വികേന്ദ്രീകരിക്കുകയും അധികാരങ്ങൾ
നൽകിയ എല്ലാ ഉദ്യോഗസ്ഥന്മാരെയും രജിസ്ട്രാറുടെ കീഴിൽ തന്നെ നിർത്തുകയും ചെയ്യണമെന്ന് ഈ കമ്മിറ്റി ശുപാർശ ചെയ്യുകയുണ്ടായി. നോ പ്രോക്സി, പ്രോക്സി വോട്ട് അനുവദിക്കാൻ പാടില്ല എന്ന് ഈ കമ്മിറ്റി ശുപാർശ ചെയ്തു. നോ മെമ്പർഷിപ്പ് ഫോർ കമ്പനീസ് ആൻഡ് പാർട്ട്ണർഷിപ്പ് ഫേംസ്, കമ്പനികൾക്കും പാർട്ട്ണർഷിപ്പ് ഫേംസിനും സഹകരണ സ്ഥാപനങ്ങളിൽ മെമ്പർഷിപ്പ് അനുവദിക്കാൻ പാടില്ല എന്ന് കമ്മിറ്റി ശുപാർശ ചെയ്യുകയുണ്ടായി. നോമിനൽ ഓർ അസോസിയേറ്റ് മെമ്പേഴ്സ് ഹാസ് നോ വോട്ടിംഗ് റൈറ്റ്, നോമിനൽ അസോസിയേറ്റ് മെമ്പേഴ്സ് ഇവർക്ക് വോട്ടിംഗ് റൈറ്റ് അനുവദിക്കാൻ പാടില്ല എന്നും ഈ കമ്മിറ്റി ശുപാർശ ചെയ്യുകയുണ്ടായി. 1957 വൺ വില്ലേജ് വൺ സൊസൈറ്റി സ്റ്റഡി ടീം ഫോം ചെയ്യുകയുണ്ടായി അണ്ടർ ദ ഹെഡ് ഓഫ് മാൽക്കം ഡാർലിംഗ്. റെക്കമെൻഡഡ് സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് ഇൻ വില്ലേജ്, ഗ്രാമങ്ങളിൽ സഹകരണ ബാങ്കുകൾ രൂപീകരിക്കണമെന്ന് ഈ കമ്മിറ്റി ശുപാർശ ചെയ്തു. നോ ബിഗ് ഇൻസ്റ്റിറ്റ്യൂഷൻ ടു ബി ഓർഗനൈസ്ഡ്, വലിയ വായ്പാ സഹകരണ സംഘങ്ങൾ രൂപീകരിക്കാൻ പാടില്ല എന്ന് ഈ കമ്മിറ്റി ശുപാർശ ചെയ്തു. ബാങ്കിങ് സൊസൈറ്റി ഷുഡ് നോട്ട് അണ്ടർടേക്ക് ട്രേഡിംഗ് ആക്ടിവിറ്റി, ബാങ്കിങ് സഹകരണ സ്ഥാപനങ്ങൾ വ്യാപാര പ്രവർത്തനങ്ങൾ നടത്താൻ പാടില്ല എന്ന് ഈ കമ്മിറ്റി നിർദ്ദേശിച്ചു. തുടർന്ന് അടുത്ത ക്ലാസ്സിൽ ഇതിന് ശേഷം നിലവിൽ വന്ന കമ്മിറ്റികളെക്കുറിച്ച് കൂടുതലായിട്ട് ക്ലാസ്സുകൾ ഉൾപ്പെടുത്തുന്നതുമാണ്. എല്ലാവർക്കും നന്ദി.